നിങ്ങൾ അൻസിബയെക്കുറിച്ച് കുറേ പുതിയ കഥകൾ ഇറക്കുന്നു. അത് വളരെ മോശമായ കഥകൾ. ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത കഥകൾ. അവൾ മദ്യപിക്കും, അവൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് മറ്റൊരു പയ്യനുമായിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? അൻസിബ മദ്യപിക്കോ അല്ലെങ്കിൽ അൻസിബ ഒരു പയ്യനുമായിട്ട് ബന്ധം അടുപ്പം ഉണ്ടെങ്കിൽ അതാ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും അറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ചർച്ചാ വിഷയം ലക്ഷ്മി പ്രിയ, അതുപോലെ ശ്വേത മേനോൻ, ടിനി ടോം, അൻസിബ ഹസൻ ഇവർക്കിടയിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തില് ന്യായം അൻസിബയുടെ ഭാഗത്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അമ്മ സംഘടനയിൽ നടന്ന ഒരു മീറ്റിംഗില് ഈ പറയുന്ന ലക്ഷ്മി പ്രിയ, ശ്വേത മേനോൻ, ടിനി ടോം ഇവരൊക്കെ നാണം കെട്ട് അൻസിബയുടെ മുന്നിൽ മുട്ടുകുത്തി അവസാനം രാജിയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു, രാജി വെച്ച് പുറത്തുപോയി. ഇപ്പൊ വന്നിട്ട് ലക്ഷ്മി പ്രിയ പറയാണ് അൻസിബ മദ്യപിക്കും, ആരോ റൂമിനകത്തുണ്ടായിരുന്നു, അങ്ങനെയുള്ള വളരെ വൃത്തികെട്ട രീതിയിലുള്ള കുറച്ച് അലിഗേഷൻസ് ഒക്കെ അൻസിബയെ കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഇപ്പൊ ചർച്ചാ വിഷയമാണ്. അതുപോലെ അൻസിബ ഇപ്പൊ 1-2 പ്രാവശ്യം ഈ പറയുന്ന ടിനി ടോമിനെതിരെ അല്ലെ ലക്ഷ്മി പ്രിയക്കെതിരെയൊക്കെ പരാതി കൊണ്ട് കൊടുത്തിട്ട് അത് പരാതി വേണ്ട രീതിയിൽ ഈ പറയുന്ന പോലീസുകാർ അത് പരാതി ഏറ്റെടുക്കുന്നില്ല, ആ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടുന്നില്ല. അപ്പൊ ഈ ഒരു വിഷയത്തില് ലക്ഷ്മി പ്രിയക്കുള്ള ഒരു മറുപടിയായിട്ട് നമ്മുടെ ഭാഗ്യലക്ഷ്മി എത്തിയിരിക്കുകയാണ്. എന്തായാലും ഭാഗ്യലക്ഷ്മിക്ക് ലക്ഷ്മി പ്രിയക്ക് കൊടുക്കാനുള്ള മറുപടി എന്താണെന്നുള്ളത് ആദ്യം നമുക്കൊന്ന് കാണാം. ഞാൻ ഈ വീഡിയോ ലക്ഷ്മി പ്രിയയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത്. ലക്ഷ്മി പ്രിയ, കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളെ കടന്നാക്രമിക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അങ്ങനെ കടന്നാക്രമിക്കാനുള്ള കാരണക്കാരി ആരാണ്? നിങ്ങൾ തന്നെയല്ലേ. നിങ്ങൾ തന്നെ ഒരു വടി കൊടുത്തിട്ട് എന്നെ അടിക്കി എന്ന് പറയുന്ന മാതിരിയല്ലേ. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ യാതൊരു ബോധവും ഇല്ലാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ നിങ്ങളുടെ കമ്മിറ്റിയും അൻസിബയും തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. പല 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 പ്രശ്നങ്ങളുണ്ടായി. അവർ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും അത് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ല, വളരെ നിസ്സാരമായി അതിനെ തള്ളിക്കളഞ്ഞു. അവർക്ക് പറയാനുള്ളത് അവർ പുറം ലോകത്തോട് വന്ന് പറഞ്ഞു. ഈ പുറം ലോകത്ത് വന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് അവർ രാജിവെച്ച്, അതായത് ആദ്യം അവർ രാജിവെക്കായിരുന്നല്ലോ, ആ രാജിവെച്ച് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് അവർ മോശമായിട്ട് ഒരു പരാമർശം നടത്തിയോ? വ്യക്തിപരമായി ഒരു വ്യക്തിഹത്യ നടത്തിയോ? ജനറൽ ബോഡിയിൽ വെച്ച് അവർക്ക് പറയാനുള്ളത് അവർ തെളിവ് സഹിതം ജനറൽ ബോഡിയുടെ മുമ്പാകെ പറഞ്ഞു. നിങ്ങളെല്ലാവരും ഉത്തരം മുട്ടി നിങ്ങൾ രാജിവെച്ച് പുറത്തു വന്നു. പുറത്തു വന്നതിന് ശേഷം ഇനി ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്ന പോലെ നിങ്ങൾ അൻസിബയെക്കുറിച്ച് കുറേ പുതിയ കഥകൾ ഇറക്കുന്നു. അത് വളരെ മോശമായ കഥകൾ. ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത കഥകൾ. അവൾ മദ്യപിക്കും, അവൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് മറ്റൊരു പയ്യനുമായിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? അൻസിബ മദ്യപിക്കോ അല്ലെങ്കിൽ അൻസിബ ഒരു പയ്യനുമായിട്ട് ബന്ധം അടുപ്പം ഉണ്ടെങ്കിൽ അത് അൻസിബയുടെ സ്വകാര്യ കാര്യം. അതും നിങ്ങളുടെ AMMA എന്ന് പറയുന്ന സംഘടനയുമായിട്ട് എന്താണ് ബന്ധം? അതാണോ നിങ്ങളുടെ പ്രശ്നം? അൻസിബ മദ്യപിക്കുന്നതോ അൻസിബയ്ക്ക് ഒരു പുരുഷ സുഹൃത്തുള്ളതോ ആണോ നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് ഒരു പെണ്ണിനെ കുറിച്ച് മറ്റൊരു പെണ്ണായ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പരദൂഷണം പറയുന്നത് ലക്ഷ്മിപ്രിയ? അതുകൊണ്ടല്ലേ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഒരു പരിഹാസ്യയാകുന്നത്? പ്ലീസ് ദയവേത് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തും. നിങ്ങൾക്ക് അൻസിബയുടെ അഭിപ്രായത്തിനോട് എതിരഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി മുഖാന്തരം സംസാരിക്കൂ. തെളിവെല്ലാം കയ്യിലുണ്ടെങ്കിൽ കോടതി വഴി സംസാരിക്കൂ. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരു കഥകൾ ഇറക്കി വിടരുത്. ഉള്ളതോ ഇല്ലാത്തതോ എന്തുമായിക്കോട്ടെ, ഒരാളെക്കുറിച്ച് സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഇത്തരം പരാമർശം നടത്തുമ്പോൾ ഈ 2026 ആരും ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിക്കില്ല. ആ കാലമൊക്കെ കടന്നുപോയി. അത്തരം കുലസ്ത്രീ പരിവേഷമൊക്കെ എന്നേ കടന്ന് സ്ത്രീകൾ ഒരുപാട് മുൻപോട്ട് വന്നു. ലക്ഷ്മിപ്രിയ, ദയവീത് അത് മനസ്സിലാക്കൂ. അതുകൊണ്ട്
അൻസിബയോട് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങൾ ഒരു അഭിമുഖത്തിൽ കൂടെയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടെയോ നിങ്ങൾ സംസാരിക്കൂ. അല്ലാതെ അൻസിബയുടെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. അതിന് അധികാരം നിങ്ങൾക്കില്ല. അത് നിങ്ങൾ സംസാരിക്കും തോറും സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ പരിഹാസിയാകും. സമൂഹം നിങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തില് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് എത്ര കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അൻസിബ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യണ്ട എന്നുള്ളതൊക്കെ അൻസിബയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവരിപ്പോ മദ്യപിക്കും അല്ലെ അവര് ആരോടെങ്കിലും ഒപ്പം ഒരുമിച്ച് റൂമിൽ താമസിക്കുന്നു, അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതെന്തിനാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്? അത് അൻസിബയുടെ ഇഷ്ടമല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇവർക്കിടയിലുള്ള ഇഷ്യൂസ് ഇവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ അമ്മ സംഘടനയിൽ നിന്ന് രാജിവെച്ച് പോകുന്ന താരങ്ങളാണ് ലക്ഷ്മിപ്രിയ, അതുപോലെ തന്നെ ശ്വേത മേനോൻ, ടിനി ടോം. ഇവര് പിന്നെ രാജിവെച്ച് പോന്നു കഴിഞ്ഞിട്ട് പിന്നീടും എന്തിനാണ് അൻസിബയെ ഈ രീതിയിൽ ഇവര് കടന്നാക്രമിക്കുന്നത്? അതും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് സംസാരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ഉണ്ടാക്കുന്ന ആർക്കാണ്? ഈ പറയുന്ന ലക്ഷ്മിപ്രിയക്ക് തന്നെയാണ്. കാരണം അൻസിബ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം ആ കുട്ടി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വരൂപക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള അലിഗേഷൻസ് ഒക്കെ എന്തിനാണാവോ ഈ പറയുന്ന ലക്ഷ്മിപ്രിയ വന്ന് ഇങ്ങനെ വിളമ്പുന്നത്? അത് ആർക്കാ കൂടുതൽ നെഗറ്റീവും ട്രോളും കിട്ടുന്നത്? ഈ ലക്ഷ്മിപ്രിയക്ക് തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഇവരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ലക്ഷ്മിപ്രിയയെ. ആ ഒരു രീതിയിലാണ് ഇവരിപ്പോ സൈബർ ബുള്ളിങ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവരുടെ അഹങ്കാരത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? അൻസിബയെ ഏത് രീതിയിലും തകർക്കണം, ആ ഒരു പെൺകുട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ കാരണങ്ങളും പൊക്കിപ്പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ എന്തായാലും ഭാഗ്യലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഇനിയിപ്പോ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിയമത്തിന്റെ വഴിക്ക് ഇവർ പറഞ്ഞു തീർക്കുക. അല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ രീതിയിലൊക്കെ ആ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലും ബാധിക്കുന്നത് ലക്ഷ്മിപ്രിയക്ക് തന്നെ ആയിരിക്കും. അല്ലാണ്ട് എന്താ പറയേണ്ടത്? അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്? അവർ മദ്യപിക്കോ അല്ലെ അവര് ആരുടെയെങ്കിലും കൂടെ പോട്ടെ, അതിന് ഈ പറയുന്ന ലക്ഷ്മിപ്രിയക്ക് എന്താണ്? അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അതും പറഞ്ഞ് ആ പെൺകുട്ടിയെ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലക്ഷ്മിപ്രിയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം അമ്മ സംഘടനയിലെ താരങ്ങളെല്ലാം അൻസിബയ്ക്കൊപ്പമാണ്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ലക്ഷ്മിപ്രിയ, ടിനി ടോം, ശ്വേത മേനോൻ ഇവരൊക്കെ അവിടുന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നത്. അതിന് തൊട്ട് പിന്നാലെ മല്ലിക സുകുമാരൻ ഇത്രയും ദിവസം അൻസിബയ്ക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് കൂടെ നിന്നിരുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന മല്ലിക സുകുമാരൻ. ഇപ്പോ ഇവരെല്ലാരും രാജിവെച്ച് പിന്മാറിയതിന് പുറകെ അവരും രാജിവെച്ചു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തില് ജനങ്ങളുടെ സപ്പോർട്ട് ഫുള്ള് അൻസിബയ്ക്കാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ലക്ഷ്മിപ്രിയ വന്നിരുന്നിട്ട് വീണ്ടും വീണ്ടും ആ ഒരു പെൺകുട്ടിയെ ഈ രീതിയിലൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്.